ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് നമ്മുടെ കൈവശമുള്ള ഉപയോഗശൂന്യമായ ടീഷർട്ടുകൾ കൊണ്ട് എങ്ങനെയാണ് മനോഹരമായ പ്ലാൻ ഹാങ്ങറുകൾ ഉണ്ടാക്കുക എന്ന് കണ്ടു നോക്കാം. പല മെത്തേഡുകളിൽ പല രീതിയിൽ നമുക്കിതുണ്ടാക്കുവാൻ സാധിക്കും. ആദ്യത്തെ മെത്തേഡിൽ ഞാൻ എടുത്തിരിക്കുന്നത് ഉപയോഗശൂന്യമായ ബാംഗിൾസ് അഥവാ വളകൾ പിന്നെ ടീഷർട്ടുമാണ്. ബാംഗിൾസ് യൂസ് ചെയ്യാതെയും നമുക്ക് ഉണ്ടാക്കുവാൻ സാധിക്കും. പക്ഷേ ബാംഗിൾസ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ഷേപ്പ്, പ്ലാൻ ഹാങ്ങറിന് അടിഭാഗത്തായിട്ട് നല്ല ഷേപ്പും അതുപോലെ രൂപഭംഗിയും കിട്ടുന്നതായിരിക്കും. ആദ്യമായി നമുക്ക് ടീഷർട്ട് ചെറിയ പീസുകളായിട്ട് മുറിച്ചെടുക്കാം. ഇത് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ലെങ്ത് വൈസ് കട്ടിങ്ങോ വിഡ്ത്ത് വൈസ് കട്ടിങ്ങോ രണ്ടും ഉപയോഗിക്കാം. ഞാനിവിടെ ആദ്യത്തെ മെത്തേഡിൽ ലെങ്ത് വൈസ് കട്ടിംഗ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ടീഷർട്ടിൻ്റെ രണ്ട് ഭാഗത്തു നിന്നുമായി ഒരേ അളവിൽ മെഷർമെൻറ്റ് ഉപയോഗിക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമുക്ക് നല്ല കറക്റ്റ് അളവിലുള്ള പീസുകൾ കിട്ടും. ടീഷർട്ടിൻ്റെ രണ്ട് സൈഡിൽ നിന്നായിട്ട് ഇങ്ങനെ മുറിച്ച് മാറ്റാം. ഇതിനായിട്ട് നമുക്ക് 4 സെറ്റ് പീസുകളാണ് വേണ്ടത്. അങ്ങനെ ടോട്ടൽ 8 പീസുകൾ. ഇനി ഇവയെല്ലാം നമുക്ക് നീളത്തിലൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കാം. ഇനി ഇതിൻ്റെ അഗ്രഭാഗങ്ങളെല്ലാം കൂടി ഒന്ന് കൂട്ടിപ്പിടിച്ച് ഒരു കെട്ട് അല്ലെങ്കിൽ നോട്ട് ഉണ്ടാക്കി കൊടുക്കാം. പോട്ടിൻ്റെ അടിഭാഗത്തായിട്ട് ഇങ്ങനെ തൂങ്ങി നിൽക്കുന്ന ഭാഗമാണിത്, ഒരു തൊങ്ങൽ പോലെ. ഇത് നമുക്ക് വളരെ മനോഹരമായ രീതിയിൽ വേണമെങ്കിൽ കുറച്ചും കൂടെ കട്ടിങ് വേണമെങ്കിൽ കൊടുക്കാം. അതിൽ തന്നെ ഡെക്കറേഷൻസ് ചെയ്യാം. ക്രിയേറ്റിവിറ്റി അനുസരിച്ച് ഏത് രീതിയിൽ വേണമെങ്കിലും നിർമ്മിച്ചെടുക്കാം. പിന്നീട് ബാംഗിൾസ് എടുത്ത് അതിൽ ഓരോ നോട്ടുകൾ ഓരോ സെറ്റും കൊണ്ട് കെട്ടിക്കൊടുക്കാം. നമ്മൾ ആദ്യമേ ഉണ്ടാക്കിയെടുത്ത വലിയ നോട്ടിൽ നിന്നും 2-3 ഇഞ്ച് താഴെ ഭാഗത്തായിട്ട് വേണം ഇതുപോലെ ബാംഗിൾസ് വെച്ച് കെട്ടിക്കൊടുക്കാൻ. എങ്കിൽ മാത്രമേ താഴെ ഭാഗത്തുള്ള ഹാങ്ങിങ്സ് നല്ല വൃത്തിയായിട്ട് നിൽക്കുകയുള്ളൂ. ഇങ്ങനെ ഓരോ സെറ്റുകളായി ബാംഗിൾസിൽ കെട്ടിക്കൊടുക്കാം. ഇങ്ങനെ 4 സെറ്റ് ക്ലോത്ത് പീസുകൾ ഉപയോഗിച്ച് 4 നോട്ടുകൾ ബാംഗിൾസിൽ നിർമ്മിച്ചിട്ടുണ്ട്. പിന്നീട് ഓരോ നോട്ടിൻ്റെയും ഇടയിലുള്ള അകലം ഒരുപോലെ ക്രമീകരിക്കാം. ഇപ്പോൾ ഈ രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് ഫ്ലോറിൽ വെച്ചതിന് ശേഷം ബാക്കിയുള്ള ഭാഗങ്ങൾ നോട്ട് ഉണ്ടാക്കി ചെയിൻ രൂപത്തിലാക്കിയെടുക്കാം. ആദ്യത്തെ നോട്ട് ഓരോ സെറ്റുകൾ തമ്മിൽ ഉണ്ടാക്കിയെടുക്കാം. അതിനുശേഷം ഒന്നാമത്തെ സ്റ്റെപ്പിന് ശേഷമാകണം നമുക്ക് അടുത്തടുത്ത് വരുന്ന പീസുകൾ തമ്മിൽ, ഓപ്പോസിറ്റ് വരുന്ന പീസുകൾ തമ്മിൽ നമുക്ക് ചങ്ങല പോലെ അല്ലെങ്കിൽ ചെയിൻ പോലെ ഉണ്ടാക്കിയെടുക്കാൻ. നമ്മൾ ഉപയോഗിക്കുവാൻ ഉദ്ദേശിക്കുന്ന പോട്ടിൻ്റെ സൈസ് അനുസരിച്ച് ചെയിനിൻ്റെ നമ്പറും അതുപോലെ സൈസും കൂട്ടിയെടുക്കാം. പക്ഷേ ക്ലോത്തിന് ആവശ്യത്തിനുള്ള നീളം ഉണ്ടായിരിക്കണമെന്ന് മാത്രം. അവസാനത്തെ നോട്ട് ഉണ്ടാക്കുന്നത് സൈഡിൽ 2 വശത്തുമായി വരുന്ന ലാസ്റ്റ് പീസുകൾ തമ്മിലാവണം. എല്ലാ ചെയിനുകളും ഒരേ അകലത്തിലായാൽ കൂടുതൽ ഭംഗിയാകും. ഇതിന് വേണമെങ്കിൽ മെഷർമെൻറ്റ് ഉപയോഗിക്കാം. അങ്ങനെ നമ്മുടെ പ്ലാൻ ഹാങ്ങർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ അഗ്രഭാഗം ഒരു നോട്ടും കൂടി കെട്ടിക്കൊടുക്കാം. ഇതിലാവശ്യമെങ്കിൽ നീളമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ വേറെ റോപ്പോ മറ്റു ക്ലോത്തോ ഉപയോഗിക്കാം. ഇനി നമുക്ക് പോട്ട് ഇതിലേക്കൊന്ന് വെച്ച് നോക്കാം, എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ലെന്ത് അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി 2 പീസുകൾ തമ്മിൽ ജോയിൻ ചെയ്തിരുന്നു. അതാണ് ചെറിയ പീസുകളായിട്ട് കാണുന്നത്. നമുക്ക് ഇവയെല്ലാം വേണമെങ്കിൽ കട്ട് ചെയ്ത് കുറച്ചും കൂടി മനോഹരമാക്കാം. ഇനി നമുക്ക് രണ്ടാമത്തെ മെത്തേഡിലേക്ക് പോകാം. ഇതിനായിട്ട് ഞാൻ ആഷ് കളർ ടീഷർട്ടും സെല്ലോ ടേപ്പും പിന്നെ പോട്ടുമാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ ഞാൻ വിഡ്ത്ത് വൈസ് കട്ടിംഗ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഉപയോഗിക്കുമ്പോൾ ലെന്ത് കുറവായിരിക്കും, പക്ഷേ ചെറിയ പോട്ടുകൾക്കൊക്കെ ഇത് മതിയാവും. ആവശ്യമെങ്കിൽ പിന്നീട് നമുക്ക് ക്ലോത്തുകൾ തമ്മിൽ ജോയിൻ ചെയ്തെടുക്കുകയും ആവാം. മെഷർമെൻ്റ് എടുത്ത് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ നല്ലത്. ഞാനിവിടെ മെഷർമെൻ്റ് എടുക്കുന്നതിന് പകരം ഒരു പീസ് കട്ട് ചെയ്ത് ഓരോന്ന് മുകളിലായി അങ്ങനെ ആ മെഷർമെൻറ്റിലാണ് ഞാൻ ചെയ്യുന്നത്. പക്ഷെ ഒരുപോലെ കിട്ടണമെങ്കിൽ മെഷർമെൻ്റ് എടുത്ത് ചെയ്യുന്നത് തന്നെയാവും നല്ലത്. ഇനി ഇവയെല്ലാം
നമുക്ക് ആദ്യത്തെ മെത്തേഡിൽ കണ്ടതുപോലെ തന്നെ നീളത്തിലൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കാം. അതിനുശേഷം മുകൾ ഭാഗത്തായിട്ടൊരു നോട്ട് കൊടുക്കാം. പിന്നീട് ഓരോ സെറ്റായിട്ട് നമുക്ക് അറേഞ്ച് ചെയ്യാം. ഇവിടെ ഞാൻ ബാംഗിൾസ് ഉപയോഗിക്കുന്നില്ല. ബാംഗിൾസ് ഉപയോഗിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇത് ഞാൻ നിലത്ത് വെച്ച് ചെയ്യുന്ന ആദ്യത്തെ മെത്തേഡിൽ നിന്ന് വിഭിന്നമായി ഒരു പോട്ടിൻ്റെ മുകളിലാണ് ഇത് ചെയ്യുന്നത്. ഇതിനായിട്ട് നമുക്കൊരു സ്റ്റാൻഡ് വേണമെങ്കിൽ ഉപയോഗിക്കാം, അല്ലാതെ നിലത്ത് വെച്ചും ഇങ്ങനെ ചെയ്തെടുക്കാം. ഞാൻ ഈ ഹാങ്ങർ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്ന പോട്ട് തന്നെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ കറക്റ്റായിട്ടുള്ള നോട്ടുകളൊക്കെ എവിടെയാണ് കൊടുക്കേണ്ടതെന്ന് മനസ്സിലാവുകയും ചെയ്യും. ഈ രീതിയിൽ ചെയ്തെടുക്കുന്നതാണ് കൂടുതൽ എളുപ്പമായിട്ട് എനിക്ക് തോന്നിയത്. നമ്മൾ ഉണ്ടാക്കിയെടുത്ത മെയിൻ നോട്ട് പോട്ടിൻ്റെ അടിഭാഗത്ത് സെൻറ്ററിലായി വെച്ചതിന് ശേഷം സെല്ലോ ടേപ്പ് ഉപയോഗിച്ച് ഓരോ സെറ്റുകളും നമുക്കൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മൾ ചെയിനുകൾ ഉണ്ടാക്കുമ്പോൾ സ്ലിപ്പാകാതെ ഇരിക്കുന്നതിനാണ്. ഓരോ ചെയിനുകൾ ഉണ്ടാക്കുമ്പോഴും സെല്ലോ ടേപ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലത്. ഞാൻ അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല. മുകളിൽ മാത്രമേ ഞാൻ സെല്ലോ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കുന്നുള്ളൂ. താഴെ ഭാഗത്ത് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. പിന്നീടുള്ള സ്റ്റെപ്പുകളെല്ലാം ആദ്യത്തെ മെത്തേഡിലെ പോലെ തന്നെയാണ്. നമ്മൾ ഫ്ലോറിൽ വെച്ച് ചെയ്യുന്നതിന് പകരം വെർട്ടിക്കലായിട്ട് ചെയ്യുന്നു എന്ന് മാത്രം. ഇവിടെയും ആദ്യത്തെ സ്റ്റെപ്പിൽ ഓരോ സെറ്റുകൾ തമ്മിൽ നോട്ടുണ്ടാക്കുകയും പിന്നീട് അടുത്തടുത്ത് വരുന്ന പീസുകൾ തമ്മിൽ ചെയിൻ രൂപത്തിലാക്കുകയുമാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഓരോ ചെയിനിൻ്റെയും അകലങ്ങൾ തമ്മിൽ കൃത്യമായിരിക്കണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഹാങ് ചെയ്യുമ്പോൾ അത്ര ഭംഗി കിട്ടില്ല. ഇങ്ങനെ ഫ്ലോറിൽ വെച്ച് ചെയ്യുന്നതിന് പകരം എന്തെങ്കിലും ഒരു സ്റ്റാൻഡിൻ്റെ മുകളിൽ വെച്ച് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ കൂടുതൽ എളുപ്പമായി തീരും. ഇതിനായിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു ഹെവി ആയിട്ടുള്ള എന്തെങ്കിലും വസ്തുക്കൾ അതിൻ്റെ മുകളിൽ വെച്ച് ഉണ്ടാക്കിയെടുക്കാം. കുറച്ച് നീളമുള്ളതാണെങ്കിൽ താഴേക്ക് നമുക്ക് ചെയിനുകൾ ഉണ്ടാക്കാൻ എളുപ്പമാകും. ഞാനിവിടെ ഒരു ബാസ്ക്കറ്റാണ് അതിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അത് തിരിച്ചാണ് ഇട്ടിരിക്കുന്നത്. അതിൻ്റെ മുകളിൽ വെച്ച് ഫിക്സ് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് ആദ്യത്തെ മെത്തേഡിലും രണ്ടാമത്തെ മെത്തേഡിലും കാണിച്ചിരിക്കുന്നത് പോലെ ചെയിനുകൾ ഓരോന്നായിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഫ്ലോറിൽ വെച്ച് ചെയ്യണമെന്നില്ല. ഒരു സ്റ്റാൻഡിൻ്റെ മുകളിൽ വയ്ക്കുകയാണെങ്കിൽ കൂടുതൽ എളുപ്പമായിരിക്കും. ഈ മെത്തേഡിൽ നമുക്ക് വളരെ വേഗത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുവാനും സാധിക്കും. അതുപോലെ തന്നെ പോട്ടിൻ്റെ വലിപ്പമനുസരിച്ച് ചെയിനുകളുടെ എണ്ണം ക്രമീകരിക്കുവാനും വളരെ എളുപ്പമായി തീരും. അങ്ങനെ നമ്മുടെ അടുത്ത പ്ലാൻ ഹാങ്ങർ ഇവിടെ റെഡിയായിരിക്കുകയാണ്. നമുക്കിതിലുള്ള സെല്ലോ ടേപ്പൊക്കെ ഒന്ന് മാറ്റി ഈ ഹാങ്ങർ ഒന്ന് പുറത്തെടുക്കാം. ഈ രീതിയിൽ ഉണ്ടാക്കിയെടുത്ത മറ്റൊരു ഹാങ്ങറാണിത്. ഇത് ഞാൻ ബനിയൻ ക്ലോത്ത് കൊണ്ടല്ല ഉണ്ടാക്കിയത്, സാധാരണ ക്ലോത്ത് കൊണ്ടാണ്. ബനിയൻ ക്ലോത്താണ് കുറച്ചും കൂടെ നല്ലതെന്ന് തോന്നിയിട്ടുണ്ട്. ഈ കാണുന്നതെല്ലാം ഒരു 2-3 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കിയതാണ്. പുതിയവയെല്ലാം ഞാൻ പിന്നീട് കാണിക്കാം. അതിലെല്ലാം പൂക്കളൊക്കെ വെച്ച് വരുന്നു. കുറച്ചുകൂടി ഭംഗിയാകുമ്പോൾ വീണ്ടും ഞാൻ അടുത്ത വീഡിയോയിലൂടെ കാണിക്കാം. ഒരേ കളർ ഉപയോഗിക്കുകയാണെങ്കിൽ കൂടുതൽ ഭംഗിയായിരിക്കും. മൾട്ടി കളറും നല്ലത് തന്നെയാണ്. ഇത്തരത്തിൽ നമുക്ക് കുറഞ്ഞ ചിലവിൽ നമ്മുടെ വീട്ടിലുള്ള വേസ്റ്റ് മെറ്റീരിയൽസ് ഉപയോഗശൂന്യമായവ ഉപയോഗിച്ച് നല്ല രീതിയിലുള്ള ഹാങ്ങറുകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കും. മുഷിഞ്ഞു കഴിയുമ്പോൾ കഴുകി ഉപയോഗിക്കാം എന്നതും ഒരു പ്രത്യേകതയാണ്. ബാൽക്കണിയൊക്കെ ഉള്ളവർ ഇതുപോലെ ഹാങ്ങറൊക്കെ ഉണ്ടാക്കി ഉപയോഗിക്കുകയാണെങ്കിൽ ബാൽക്കണി നമുക്ക് കൂടുതൽ ഭംഗിയുള്ളതാക്കാം. പൂക്കളും അതുപോലെ വെജിറ്റബിൾസും എല്ലാം അതിൽ നടാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്കുകളൊക്കെ അറിയിക്കാം. ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി കൂടി ഷെയർ ചെയ്യുക. മറ്റൊരു വിഷയമായി മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.